ഇതിന്റെ ഒരു റിപ്പോർട്ട് ലഭ്യമാകുന്നതിനനുസരിച്ചാണ് അതിനെക്കുറിച്ച് പറയുക. നമ്മുടെ കാഴ്ചകൾ വെച്ച് അല്ല പറയുക. അപ്പം അത് റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ ഒരു ദുരന്തബാധിത പ്രദേശത്തെ ഏതെങ്കിലും വിധത്തിൽ കുറച്ച് കാണുന്ന നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ആ ദുരന്തത്തിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ എന്താണോ അതിൽ സൂചിപ്പിക്കപ്പെടുന്നത് അതനുസരിച്ചിട്ടുള്ള സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു അല്ല ഞാൻ പറയുന്നത് ഒരു പ്രതിസന്ധിയും ആ കാര്യത്തിലില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞ് 24 ദിവസമാകുമ്പോഴേക്കും പരമാവധി ആളുകളെ ബന്ധു വീടുകളിലേക്കും സർക്കാർ കണ്ടെത്തിയ വാടക വീടുകളിലേക്കും സർക്കാരിൻ്റെ ക്വാർട്ടേഴ്സുകളിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലേതെങ്കിലും വിധത്തിലുള്ള പ്രയാസത്തിൻ്റെ പ്രശ്നമില്ല. ആളുകളുടെ മുമ്പിലുണ്ടാകുന്ന ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് നിന്ന് വേറിട്ട് മാറുമ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് മാറുന്നതിനുള്ള ഒരു ആശങ്ക ആളുകൾക്കുണ്ടാവും. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, പുനരധിവാസം സ്ഥായിയായി നടക്കും വരെ ഇവരെ സംരക്ഷിക്കാനുള്ള ചുമതല സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. വാടക ഉൾപ്പെടെ ഉള്ള കാര്യത്തിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കൃത്യതയോടുകൂടി നടപ്പിലാക്കും. ആരെങ്കിലും വീടിന് സ്ഥലം ചോദിച്ചു, അവർ വലിയ വാടക പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്കിനി നോക്കാനാളില്ല, ഞങ്ങൾക്ക് ചോദിക്കാനാളില്ല എന്നൊക്കെ പറയുന്ന ആശങ്ക അവരുടെ ബന്ധുക്കളായി നിന്നുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഏറ്റെടുക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും എല്ലാം ചേർന്ന് പുനരധിവാസത്തിന്റെ താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായി മാറ്റും വരെ ഒരു ക്യാമ്പ് അവസാനിപ്പിക്കില്ല. ഇപ്പോൾ 17 ക്യാമ്പുണ്ടായിരുന്നു, 5ആയി. കുറഞ്ഞു വന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഡെപ്പോസിറ്റ് ചോദിക്കുന്ന വിധം ഇപ്പോൾ ദീപകിനറിയാം, ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ട്. എപ്പോഴും എടുത്ത് പ്രയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് സാമ്പത്തികമായി ആളുകളെ ചൂഷണം ചെയ്യാനുള്ള ആളുകൾക്കെതിരായി ഞങ്ങളത് പ്രഖ്യാപിക്കേണ്ടി വന്നാൽ അത് ഉപയോഗപ്പെടുത്തും. ഇപ്പോഴുള്ള പ്രശ്നം ഡെപ്പോസിറ്റ് ചോദിക്കാത്തതിൻ്റെ പേരിൽ, ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരു വീട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. പകരം വീട് തയ്യാറാക്കാനുള്ള സൗകര്യം സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ആവശ്യമായിട്ടുള്ള വാടക വീടുകൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു കാര്യം ഞാൻ പറയാം, ഗവൺമെന്റിന് വേണ്ടി ഇതു തന്നെ ഒരു അവസരം എന്ന് കരുതി ഡെപ്പോസിറ്റ് ചോദിച്ചും ആളുകളെ ഈ ദുർഘടഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയും ലാഭം കൊയ്യാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ കർശനമായ സർക്കാർ ഇടപെടൽ ഉണ്ടാകും. അതെന്താണെന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുകയും ചെയ്യും. ബാങ്കുകളുടെ കാര്യത്തിൽ അതിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ആശയമാണ് മുഖ്യമന്ത്രി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ താൽക്കാലിക പുനരധിവാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആശയം എല്ലാ കക്ഷികളുമായും ഗവൺമെന്റ് ആലോചിക്കും. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആ കാര്യങ്ങൾ ആശയവിനിമയം നടത്തും. അവരുടെ കൂടി അഭിപ്രായങ്ങൾ അറിയും. നമുക്കൊരു പൊതു പാക്കേജാണ്, ഓരോരുത്തർക്കും ഓരോ പാക്കേജല്ല, നമ്മളെല്ലാവരും കൂടി ചേർന്നൊരു പാക്കേജ്. എങ്ങനെയാണോ നമ്മുടെ സർവകക്ഷി രംഗത്ത് ഭൂരിപക്ഷമായ അഭിപ്രായം വരുന്നത് അതെല്ലാം കൂട്ടി ഞങ്ങളിപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു കുടക്കീഴിലേക്ക്, ഒരു പ്രദേശത്ത് താമസിച്ചവരെ പല വിധത്തിലേക്ക് പിരിക്കുന്നത് മാനസികമായി അവർക്ക് ഗുണകരമായിരിക്കില്ല എന്നുള്ളത് കൊണ്ട് അവരെല്ലാവരെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ആലോചിക്കുന്നത്. സർവകക്ഷികളുമായും അത് കൂടിയാണ്, ജനാധിപത്യപരമായിരിക്കും. തീർച്ചയായും